ഉണ്ടായതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ചിലർ സ്വാഭാവികമായിട്ട് ട്യൂൺ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയും. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ല അത്. അല്ല. ഒരു ട്യൂണും അങ്ങനെയല്ല. നമ്മൾ നോട്ടുകൾ നോക്കി തന്നെ ചെയ്ത് കോയിൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക്. ഇപ്പോൾ വരി എഴുതുമ്പോൾ, ഇപ്പോൾ താങ്കളൊരു വരി എഴുതുകയാണെങ്കിൽ, ഒരു കത്ത് എഴുതുകയാണെങ്കിൽ, നമ്മൾ വാക്കുകൾ കൊണ്ട് കോയിൻ ചെയ്യില്ലേ? പ്രിയപ്പെട്ട ഇന്നയാള്, സുഖമാണോ, ഇവിടെയും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ, മറ്റൊരാൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, മറ്റൊരു രീതിയിലായിരിക്കും. അതൊരു ശൈലിയാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കും. ഈ ട്യൂൺ ഇങ്ങനെ വേണം. ഇപ്പം എന്നുള്ള ട്യൂൺ അങ്ങനെ വേണം. ഇത് നമ്മൾ അങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യണം. സോ എല്ലാ ഡിസൈനും നമ്മൾ ഓൺ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, എനിത്തിങ് ഹാപ്പൻസ് ഇൻ എ സോങ്, അത് നമ്മൾ ഓൺ ചെയ്യണം. നമ്മുടെ ഉടമസ്ഥത അതിലുണ്ട്, ആ ഡിസൈൻ്റെ. സ്വരങ്ങളോ അല്ലെങ്കിൽ ട്യൂൺസോ ഒന്നും പുതിയതൊന്നുമല്ല, പലതും നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഡിസൈനാണ് ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ കോൺട്രിബ്യൂഷൻ.